ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഒരു കുറ്റവാളിയെ അറിഞ്ഞുകൊണ്ട് നിയമത്തിന് മുന്നിൽ നിന്നും മറച്ചു വെക്കുന്നതും ഒരു കുറ്റമാണ്. എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച ആ ബാഗിനകത്ത് 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലോ? എന്റെ മകൾക്ക് ആ വീട് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ഞാൻ തോൽക്കും. അതിന് തുരങ്കം വെച്ച നിന്റെ അമ്മ അവിടെ ജയിക്കുകയും ചെയ്യും. അനുപമ അവിടെ ഒന്ന് ആ ബാഗ് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമല്ലേ ഇന്ദിര, അല്ലെങ്കിൽ നിന്റെ അമ്മ ചെയ്ത കുറ്റം ആരെങ്കിലും പുറത്തു വിടുമായിരുന്നു? നീ ഇതുപോലെ വന്നെന്നോട് ക്ഷമ ചോദിക്കായിരുന്നു ഇന്ദിര. അമ്മയുടെ ഇത്തരം പ്രവൃത്തികളൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടല്ല അച്ഛാ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇതിനെ അനുവദിക്കില്ലായിരുന്നു. അല്ലെങ്കിലും നിന്റെ അമ്മ ചെയ്തു കൂട്ടുന്നൊന്നും നീ അറിയാറില്ലല്ലോ, അറിയാനൊട്ട് ശ്രമിക്കാറുമില്ല. നിനക്ക് നിന്റെ അമ്മ പറയുന്നത് മാത്രമാണ് വേദവാക്യം. അതുകൊണ്ടല്ലേ അന്ന് അനുമോൾ അടിച്ചു നിന്റെ അമ്മ കള്ളം പറഞ്ഞപ്പോ അതുവരെ ഒപ്പം ജീവിച്ച ഭാര്യയാണെന്ന് പോലും ഓർക്കാതെ നീ എന്റെ മോളെ തള്ളി പറഞ്ഞത്, സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടെന്ന് വെച്ചത്. ശരിയാണ്. പല തെറ്റിദ്ധാരണകളും അമ്മ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും എൻ്റെ അമ്മയല്ലേ, സ്വന്തം അമ്മ ജയിലിൽ പോയി കിടക്കട്ടെ എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റൂ? അതാ ഞാൻ ഇപ്പോഴും നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി കിടന്ന് ഓടുന്നതല്ലാതെ നിനക്ക് വേണ്ടി നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇന്ദിര. സത്യം പറഞ്ഞ ഇന്ന് വീട്ടിൽ വന്ന് എൻ്റെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ജീവിതം അതെനിക്ക് തിരിച്ചു തരണമെന്ന് അച്ഛനോടും അനുവിനോടും അപേക്ഷിക്കാൻ ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇനിയത് നടക്കില്ലെന്ന് മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് എനിക്കത് കിട്ടിയച്ച. ബന്ധം പിരിയാൻ വേണ്ടി അനുപമ അയച്ച വക്കീൽ നോട്ടീസ്. ഞാൻ എന്തായാലും അനുവിനെതിരെ കോടതിയിൽ ഫൈറ്റ് ചെയ്യില്ല. ഫൈറ്റ് ചെയ്താലും ഞാൻ ജയിക്കാൻ പോകുന്നില്ല. ബാഗ് തട്ടിപ്പറിച്ച കേസിൽ നിന്ന് എൻ്റെ അമ്മയൊന്ന് രക്ഷിച്ചു തന്നാൽ മതി. അനുപമയ്ക്ക് വേണ്ടി മ്യൂച്വൽ ഡിവോഴ്സിന് ഞാൻ തയ്യാറായിക്കോളും.